നമ്മോടൊപ്പം മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ് ചേരുകയാണ് കൂടുതൽ വിലയിരുത്തലുകളുമായി. ശ്രീ എബിൻ റോസ്, ഈ രണ്ടാം റൗണ്ട് മത്സരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ലോകകപ്പ് പോകുമ്പോൾ വലിയ ആവേശം കാണാനുണ്ട്. അതിലേറെ ഈ കുഞ്ഞൻ ടീമുകൾ എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയ ആളുകളെ അങ്ങനെ കുഞ്ഞന്മാരാക്കി മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇത്തവണ ലോകകപ്പിൽ ഉള്ളത്. എന്തായാലും ബ്രസീൽ ആദ്യ മത്സരത്തിന് ഒരു സമനില നേടി. രണ്ടാം മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും ലോകകപ്പ് പോലെ ഒരു വേദിയിലേക്ക് വരുമ്പോൾ കുഞ്ഞൻ രാജ്യങ്ങൾ എന്നൊന്നും ഇല്ലാതെ തന്നെയാണെന്ന് ഈ വേൾഡ് കപ്പ് അക്കമിട്ട് നടത്തിയിരിക്കുകയാണ്. കാരണം ഓരോ ടീമിന്റെ പെർഫോമൻസ് നോക്കിയാൽ അറിയാം, അങ്ങനെ ഒരു കുഞ്ഞൻ രാജ്യങ്ങളോ മോശമായ ഒരു കളിയില്ല. നമുക്ക് ഖത്തറിന്റെ കളി വേറിട്ട് നിർത്തുന്നെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം 2 റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് മാത്രം ഒരു നിലവാരം താഴ്ന്നു പോയതിനപ്പുറം എല്ലാ രാജ്യങ്ങളും, ഏത് രാജ്യങ്ങളും ജയിക്കാം. ഏത് രാജ്യങ്ങളും നമുക്കറിയാം, സ്പെയിനിനെ കുറസവ എന്നുള്ള രാജ്യം എത്രമാത്രം ടഫായിട്ടുള്ള ഒരു ഫൈറ്റിലൂടെ ഡ്രോ പിടിച്ചെടുത്തതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ടാക്ടിക്സുകളുടെ ഒരു മത്സരമായിരിക്കും. ഏറ്റവും മികച്ച ടാക്ടിക്സും ഏറ്റവും മികച്ച ശാരീരിക ക്ഷമതയുള്ള ഒരു ടീമിന് മാത്രമേ ഈ ടൂർണമെന്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളത് ആണ് നമുക്ക് ഇത്രയും മത്സരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എബിൻ, അതുപോലെ ഈ ആദ്യ മത്സരത്തിൽ എന്തായാലും ബ്രസീലിന്റെ ഒരു ശൈലി പൂർണ്ണമായി നമ്മളൊക്കെ ഒരുപാട് കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്ന ഒരു ശൈലിയിലുള്ള ഒരു ഫുട്ബോൾ കളിക്കാൻ ബ്രസീലിന് സാധിച്ചില്ല. ബ്രസീൽ ആരാധകരാകെ തന്നെ ഒരു നിരാശയിലാണ്. കാർലോ ആഞ്ചലോട്ടിക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നത്തെ നമുക്കറിയാലോ, ഫുട്ബോൾ വളരെ സ്പീഡായിട്ടുള്ള ഒരു ഗെയിമാണ്. പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും ഫുട്ബോളിലെ ടാക്ടിക്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ നമുക്കറിയാം ഈ ടെക്നോളജി ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ ടെക്നോളജിയുടെ വേഗത്തിനൊപ്പം തന്നെ ഫുട്ബോൾ വളർന്നപ്പോഴത്തേക്കും ടാക്ടിക്സുകൾക്ക് ഏറെ പ്രാധാന്യം വന്നു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിക്കാർക്ക് ഉപരിയായിട്ട് ടീമുകൾക്ക് എങ്ങനെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാം എന്നുള്ളതിനാണ് ഇന്നത്തെ ടാക്ടിക്സുകൾ കണ്ടാൽ നമുക്ക് അറിയാം. കാര്യം ബസ് പാർക്കിംഗ് ശൈലിയിലാണ് മിക്ക ടീമുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞൻ രാജ്യങ്ങൾ വലിയ ടീമുകളായിട്ട് മാറിയത്. ആ പാർക്കിംഗ് ശൈലിയോടുകൂടി ഏത് ടീമിനെ ആക്രമിക്കാൻ നമുക്ക് സ്പെയിനെതിരെയുള്ള ഒരു മത്സരം മാത്രം നോക്കിയാൽ മനസ്സിലാകും. അവരുടെ സ്പെയിനിന്റെ സ്ട്രൈക്കറിന് ഒരു ബോൾ തൊടാൻ 30 മിനിറ്റോളം സാധിച്ചില്ല. അത്തരത്തിലുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള സ്പേസ് അനുവദിക്കാതെ ആ ബോക്സിന് ചുറ്റും ആ ബസ് പാർക്കിംഗ് ശൈലി നമ്മൾ പറയുന്ന ഓമന പേരിൽ പറയുന്ന ആ ശൈലിയിൽ കൂടെ എതിർ ടീമിനെ മുന്നേടിക്കുന്ന ടാക്ടിക്സുമായിട്ട് വരുന്ന രാജ്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ മുന്നോട്ട് പോകുന്ന ഓരോ മത്സരങ്ങളിലും, ഇപ്പൊ ബ്രസീൽ നമുക്കൊരു എടുക്കുകയാണെങ്കിൽ, ബ്രസീൽ പറഞ്ഞ റാഫീനിയെ പോലുള്ള ആൾക്കാരും വിനീസ് ജൂനിയർ പോലെ വിങ്ങിലൂടെ അവര് സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും എതിർ ഡിഫൻഡേഴ്സ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിഫൻസിനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് ഡിഫൻസിനെ കൂട്ടിയുറപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഇന്നത്തെ ഈ വേൾഡ് കപ്പിൽ നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനക്കാർക്കുള്ള അവസരമുള്ളത് കൊണ്ട് തന്നെ നോക്കൌട്ടിലേക്ക് വലിയൊരു ഭീഷണിയായല്ല ടീമുകൾ ഈ പ്രാഥമിക റൗണ്ടിനെ കാണുന്നത്. പക്ഷേ എങ്കിൽ കൂടി ബ്രസീൽ പോലെ ഉള്ള ഒരു ടീമുകളൊക്കെ, പ്രത്യേകിച്ച് സ്പെയിൻ ആയാലും ബ്രസീൽ ആയാലും, ഈ തുടക്കത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ഉണ്ടായില്ല എന്നത് ആരാധകർക്ക് തുടക്കത്തിലൊരു ആവേശക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആവേശക്കുറവല്ല, കാരണം പറഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ നമ്മുടെ രാജ്യം, അതായത് നമുക്കറിയാം ഫുട്ബോളില് എന്തൊക്കെ പറഞ്ഞാലും ലോകശക്തികളായ രാജ്യങ്ങൾ പെർഫോമൻസ് ചെയ്ത, ഇപ്പൊ നമ്മൾ തന്നെ ബ്രസീല് തോറ്റാൽ പോലും അവർ ലോക ചാമ്പ്യന്മാരായിട്ട് കണക്കൂട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ ലോകത്തിന് ഫുട്ബോളിനെ വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മത്സരം പോലും നമുക്ക് നിരാശപ്പെടുത്തുന്നതല്ല. കാരണം ഇപ്പൊ തന്നെ അറിയാം, ഖത്തർ തോറ്റതോടുകൂടി ആ ഗ്രൂപ്പിലെ എല്ലാ ടീമുകൾക്കും സാധ്യത, അടുത്ത മത്സരം ജയിക്കുന്ന ടീമുകൾക്ക് എല്ലാം സാധ്യത വന്നു. അപ്പം നമുക്ക് ഈ ഓരോ തോൽവിയും ഓരോ പ്രകടനവും അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന തരത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ എന്താ പറയാ, ഡെത്ത് ഗ്രൂപ്പ് ഒന്നും ഇല്ല, പക്ഷെ ചില കളികള് അതിനെ ഡെത്ത് ഗ്രൂപ്പ് ആക്കി മാറ്റുകയാണ്, അപ്രതീക്ഷിതമായിട്ട് ചില റിസൾട്ടുകൾ. അതുകൊണ്ട് തന്നെ ഒരു ആവേശം കൂട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും. അതോടൊപ്പം ഒരു കാര്യം കൂടി, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യാനോയെ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളുണ്ടായി. സി കെ വിനീതിന്റെ പോസ്റ്റിലാണെങ്കിൽ ക്രിസ്ത്യാനോ എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു, അതിന്റെ കാരണങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ ഈ മധ്യനിര കൃത്യമായി പന്തെത്തിക്കുന്നതിൽ പിഴച്ചു എന്ന കാര്യം കൂടി സി കെ വിനീത് പറയുന്നത് കണ്ടു. ഇതുപോലെ പല തരത്തിലാണ് ആളുകളുടെ വിമർശനങ്ങൾ വരുന്നത്. പോർച്ചുഗലിന് പറ്റിയതിൽ പൂർണ്ണമായും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇതൊരു ടീം ഗെയിമാണ്. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം ഗെയിമാണ്. ആ ടീം ഗെയിമിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിക്കാർക്ക് ഓരോ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പൂർത്തിയാക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കാൻ എതിർ ഡിഫൻഡേഴ്സ്, എതിർ ടീമുകൾ കൃത്യമായ പദ്ധതികളോട് വരികയാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സ്പെയിനിന്റെ സ്ട്രൈക്കർക്ക് ഒരു ബോൾ തൊടാൻ 30 മിനിറ്റോളം സാധിച്ചില്ല. അപ്പൊ കൃത്യമായിട്ട് എതിർ ടീമിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ മനസ്സിലായിക്കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, റൊണാൾഡോ ഓക്കെ ഈ പറഞ്ഞ പോലെ ഈഗോകളും നമ്മളെ കാണുന്ന ട്രോളുകളും അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. കാരണം
നമുക്ക് റൊണാൾഡോ എന്ന കളിക്കാരെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബോൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മിഡ്ഫീൽഡിന് ആ ഒരു സ്പേസ് അനുവദിക്കാതെ റൊണാൾഡോ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഏത് ടീമാണ് കൈയടി നേടേണ്ടത്. അവിടെയാണ് നമ്മൾ പറയുന്ന ടാക്ടിക്സുകൾക്ക് ഈ ബാഹുല്യമുള്ള കൃത്യമായിട്ട് പ്ലാൻ ഒരു വർഷങ്ങളോളം ലോകകപ്പിന് യോഗ്യത നേടി വരുന്ന രാജ്യങ്ങൾ ഒരിക്കലും തോറ്റു മടങ്ങാനല്ല അവർ വരുന്നത്. അവര് അതിലും ആ ഒരു വിജയത്തിലോ ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ തന്നെ അവര് വരുമാനം മാത്രമല്ല ലോകം മൊത്തം അവരെ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ അത് വിൻ ചെയ്താൽ എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ രാജ്യങ്ങൾ വിജയിക്കാനായിട്ട് വരുമ്പോൾ അവർ ഏത് മാർഗവും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് റൊണാൾഡോയിലേക്ക് ബോൾ എത്തുന്ന വഴി അടച്ചുകൊണ്ട് എതിർ ടീമെടുത്ത സമ്മർദ്ദത്തിൽ പെട്ടുപോയി പോർച്ചുഗൽ എന്ന് പറയും. നമുക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ താരങ്ങൾക്കിടയിലുള്ള ഈഗോ ഉണ്ടെങ്കിൽ പോലും അവർ കളി ജയിക്കാൻ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. ആ ഒരു ഇതില് ഒരു ടാക്ടിക്സ് ഏത് ടീമിന്റെ ടാക്ടിക്സ് ആണ് അവിടെ വിജയിച്ചത്. ഒരിക്കലും റൊണാൾഡോ അല്ല അതിന് കുറ്റക്കാരൻ എന്ന് പറയാം. അത് കോച്ചിന് പോലും അറിയാം, അല്ലെങ്കിൽ അദ്ദേഹം ഫുൾ ടൈം അത് കളിക്കാൻ ഒരു അവസരം നൽകില്ലായിരുന്നു. വേറെ യങ്സ്റ്റേഴ്സ് ഉള്ള മികച്ച താരങ്ങളുള്ള ഒരു ടീമാണ്. അപ്പം റൊണാൾഡോയ്ക്ക് റൊണാൾഡോയുടെ ഉത്തരവാദിത്തമുണ്ട്. അത് പുലർത്താൻ സാധിക്കുന്ന മാർട്ടിനസിനെ പോലെ ഒരു കോച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ തെറ്റ് തിരുത്തുകയോ അല്ലെങ്കിൽ അവർ പുതിയ പ്ലാനുമായിട്ട് വരികയോ പറയുന്നതും കേട്ടു. കാരണം ആ ബോക്സിനുള്ളിൽ റൊണാൾഡോ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാകില്ല. എത്രമാത്രം അപകടകാരിയാണ് ബോക്സിനുള്ളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന കാര്യത്തിൽ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഒരു താരവുമാണ്. ഇത് തുടക്കത്തിൽ ഒരുപക്ഷെ ഈ വമ്പൻ ടീമുകളൊന്നും കൃത്യമായി അവരുടെ ശൈലിയിലേക്ക് വരാത്തത് എല്ലാവരും ഈ സാർവത്രികമായി തന്നെ ലോകത്തിൽ ആകമാനം ഈ ഫുട്ബോൾ ഈ ടാക്ടിക്സുകൾ അറിയാൻ തുടങ്ങി എന്നത് കൊണ്ട് കൂടിയാണെന്ന് തോന്നുകയാണ്. കാരണം ഇപ്പോൾ ഫുട്ബോൾ ഏത് രീതിയിൽ പരിശീലിക്കണമെന്നത് ഏത് കുഞ്ഞൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും അത് അനായാസം അറിയുന്ന തരത്തിൽ ഒരു സാഹചര്യം മാറിയത് ലോകത്താകെ തന്നെ ഈ ഫുട്ബോൾ വളരുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് നമുക്ക് ഈ ലോകകപ്പിലെ കുഞ്ഞൻ രാജ്യങ്ങളുടെ ഒരു പ്രകടനം കാണുമ്പോൾ തോന്നുക. വളരെ ശരിയാണ്, താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടാക്ടിക്സ് പണ്ട് ഇൻഡിവിജ്വൽ കളിക്കാർക്ക് റിസൾട്ട് മാറ്റിമറിക്കാൻ ഇപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിക്കാരുടെ പെർഫോമൻസിന് പ്രാധാന്യം ഉണ്ട്. കാരണം നമുക്ക് വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു ഗോൾ ഇല്ലായിരുന്നില്ല ബ്രസീൽ അന്നത്തെ മത്സരത്തിൽ പുറകോട്ട് പോകാറ്. കാര്യം ഒരു ടീമായിട്ട് ഒത്തിണക്കം ഇല്ലാത്ത സമയത്ത് വിനീഷ്യസ് ജൂനിയർ പോലുള്ള ഇൻഡിവിജ്വൽ പ്ലെയർ കാണിച്ച ആ ഒരു മികവാണ് ബ്രസീലിന്റെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന് സാധ്യത ഉള്ളതുപോലെ തന്നെ ഈ ടാക്ടിക്സുകൾക്ക് അനുസരിച്ച് കളിക്കുന്ന ഈ ടീമുകൾ എല്ലാ ടീമുകളും ലോകകപ്പ് വേദിയിൽ ഇന്ന് ഞാൻ അതാ പറയുന്നത് ടെക്നോളജിയാണ്. ഈ എന്താ ഇൻഫർമേഷൻസ് എടുക്കുന്ന വേഗത, സാറ്റലൈറ്റ് ഉപയോഗിച്ച് പോലും ഇൻഫർമേഷൻസ് കളിക്കിടയിൽ ലഭിക്കുമ്പോൾ പരിശീലകർ എടുക്കുന്ന ഡിസിഷൻ നമ്മളത് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബോൾ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു കളിക്കാരൻ പ്രതികരിക്കേണ്ടതെന്നും അത് അവന്റെ ഓൺ റിസ്ക് എടുക്കുമ്പോൾ അവിടെ വിജയിക്കുന്നവരാണ് താരങ്ങൾ. അതുപോലെ തന്നെയാണ് ഓരോ ടീമുകളും എടുക്കുന്ന ഈ ടാക്ടിക്സുകളെ എത്ര ഫലപ്രദമായി വിനിയോഗിക്കുന്ന ആ ടീമുകളായിരിക്കും ജയിക്കുക. നമ്മൾ പറയുന്ന മനോഹരമായ ഫുട്ബോൾ കളിക്കുന്ന സ്റ്റാർ വലിയുള്ള താരനിരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അച്ചടക്കമുള്ള ഡിഫൻസ് കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം അറ്റാക്കിങ്ങിലായിട്ട് പോകുമ്പോൾ ടീമായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു ശൈലിയിലുള്ള ടീമുകളായിരിക്കും ഇത്തവണ വേൾഡ് കപ്പ് എടുക്കുക. അതുകൊണ്ട് തന്നെ കുഞ്ഞൻ രാജ്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഈ ലോകം വളരുന്നു. അതിനോടൊപ്പം ലോക ഫുട്ബോളും വളരുന്നു. നമ്മുടെ ഇന്ത്യയും അതുപോലെ വളരെ അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാൻ ഈ ലോകകപ്പിലൂടെ കാണുന്ന പ്രത്യേകത. തീർച്ചയായും കുഞ്ഞൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ ഒരുപാട് പഠിക്കേണ്ടതുമുണ്ട് അല്ലെ എബിൻ റോസ്? തീർച്ചയായിട്ടും നമ്മുടെ ഏക പോരായ്മ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൾച്ചറില്ല. നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ പഠിക്കേണ്ട സ്കൂളിൽ നിന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ 4 ചുവരുകൾക്കിടയ്ക്ക് തളച്ചിട്ടുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അവരുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കുന്ന തരത്തിലുള്ള അവരെ കഴിവ് കണ്ടറിഞ്ഞ് അവരെ ഓരോ മേഖലയ്ക്ക് വിടുന്നതിന് പകരം അവരെ ഈ 4 ചുവരിൽ തളച്ചിട്ട് പഠിച്ചാൽ മാത്രമേ ലൈഫ് ഉണ്ടാവുന്ന പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ ഫെയിലർ. ആ ഫെയിലർ ഉള്ളത് കൊണ്ട് തന്നെ അഗ്രസീവായ കോമ്പറ്റീറ്റീവായ ഗെയിമുകൾ ഒരിക്കലും നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒളിമ്പിക്സും ലോകകപ്പും ഒക്കെ തെളിയിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന മഹാന്മാർ പലപ്പോഴും നമുക്ക് ആ പാഠ്യപദ്ധതിയിൽ കായിക ഇത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയ്ക്ക് ആരും അത് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഹാർഡായിട്ടുള്ള എന്താ പറയാ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനില്ല, റിസ്ക് എടുക്കാൻ ആരും തയ്യാറില്ല. ആ റിസ്ക് എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കയറ്റം എന്താ പറയാ മിനിസ്റ്റർ ലെവൽ ഉണ്ടായെങ്കിൽ മാത്രം, അത് ഞാൻ പറഞ്ഞത് കേരളം മാത്രമല്ല കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി അതിനെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള തലമുറ ഉണ്ടോ, ആരോഗ്യമുള്ള തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ ഫുട്ബോൾ പോലുള്ള ഒളിമ്പിക്സ് പോലുള്ള വേദികളിൽ നമുക്ക് മെഡൽ നേടാൻ സാധിക്കും. ശരി, വളരെ നന്ദി ശ്രീ എബിൻ റോസ് പ്രതികരിച്ചതിന്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന തരത്തിൽ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഈ ലോകകപ്പിൽ വിസ്മയിപ്പിക്കുന്നതാണ് കാണുന്നത്, എല്ലാവരെയും വിറപ്പിക്കുന്നത് കാണുന്നത്. ആ രാജ്യങ്ങൾ നമുക്കും നമ്മുടെ രാജ്യത്തിനും ഇന്ത്യക്കും ഒരു പാഠം നൽകുകയാണ്. ഏത് തരത്തിലുള്ള വേദിയിലേക്കും വളരാൻ ഉള്ള സാഹചര്യം നിലവിലുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. എന്തായാലും 1ാം റൗണ്ട് പുരോഗമിക്കുമ്പോൾ ഈ കുഞ്ഞൻ രാജ്യങ്ങളൊക്കെ കയ്യടി നേടുന്നതാണ് കാണുന്നത്. 2ാം റൗണ്ടും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനി നോക്കൌട്ടിലേക്ക് ആരൊക്കെ എത്തും എന്നത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നമ്മളിപ്പോൾ